أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. അതിന് മുമ്പുള്ള കാര്യം ഓർമ്മയുണ്ടോ? ഓതാം, ഓരോ ആയത്തങ്ങൾ ഓർക്കാം. എൻ്റെ മുമ്പുള്ള ക്ലാസ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 60 മുതൽ 68 വരെയുള്ള ആയത്തെടുത്ത് അന്ത്യനാളിനെ കുറിച്ചെല്ലാം പറഞ്ഞ് അല്ലെ, അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഒരു ചില ചോദ്യങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലേ? എന്താ പറയാ, എല്ലാവരും അതുകൊണ്ടാണല്ലോ എല്ലാവരും പഠിച്ചിരുന്നാണല്ലോ അവസാനം വന്ന് മറ്റേ തഫ്സീർ എടുത്തോളം പോയത്. ഞങ്ങള് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നല്ലേ, ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ നേതാക്കന്മാര് ഞങ്ങളുടെ ഉസ്താദന്മാരെയൊക്കെ വെറുതെ അങ്ങനെ അനുസരിച്ചു പോന്നു. പ്രമാണമൊന്നും നോക്കിയില്ല, ഖുർആനും പ്രവാചകന്റെ ചര്യയൊന്നും ചോദിച്ചില്ല, അങ്ങനെ പെട്ടുപോയിക്കാണ്. ഇനി എന്താ രക്ഷയുള്ളൂ? അതാ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കാം. നമുക്ക് എന്തായാലും പെട്ടു, നമ്മുടെ കൊടുക്കണതിന്റെ ഇരട്ടി അവർക്ക് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം, ഒരു ജനത അവിടെ ഉണ്ടാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേവലം വിദേഹത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും പെടും. അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കാത്ത ഏത് കാര്യത്തിലും, ജീവിതത്തിലും മുഴുവൻ അങ്ങനെയുള്ള അവസ്ഥ. ഇനി അതോടൊപ്പം തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മുസ്ലിമീങ്ങൾ എങ്ങനെ ആകാൻ പാടില്ല. ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെ പോലെ ആകാൻ പാടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞോ അല്ലയോ? സത്യവിശ്വാസം സ്വീകരിച്ചവരെ, സത്യവിശ്വാസികളെ, ലാ തകൂനു നിങ്ങൾ ആകരുത്. ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കും. നിങ്ങളാകരുത്. അതിനാണ് ഒരു വാവുൽ ജമാഅത്തൊക്കെ കൊടുത്തേക്കുന്നത്. എന്നാ വാവുൽ ജമാഅത്ത് കൊടുത്തിട്ടുണ്ടല്ലേ? ലാ തകൂനു നിങ്ങൾ ആകരുത്, കല്ലദീന ഒരു കൂട്ടനെ പോലെ ആകരുത്. അവരാരാണ്? ആദൗ എന്ത് ചെയ്തു? ആദൗ വന്ന വാക്കാണ്. ഉപദ്രവിച്ചു മൂസ. ആരെ? മൂസ നബി അലൈഹിസ്സലാമിനെ ഉപദ്രവിച്ച ഒരു കൂട്ടരെ പോലെ ആകരുത്. മൂസ നബിയെ ഉപദ്രവിച്ചു. എന്നാൽ അവർ പറഞ്ഞതിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ ഒഴിവാക്കി, രക്ഷപ്പെടുത്തി, നിരപരാധിയാക്കി. അദ്ദേഹത്തെ നിരപരാധിയാക്കി, ഒഴിവാക്കി. അള്ളാഹു മിമ്മ ഖാലു അവർ പറഞ്ഞതിൽ നിന്നും. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹം ആയിരുന്നു എന്തായിരുന്നു? വജീഹൻ, പ്രമുഖൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത ഉപദ്രവിച്ചതുപോലെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് ആരോട് പറയുന്നു? നിങ്ങളോട് പറയുന്നു. ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കരുത്, അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹുവിനെ ഉപദ്രവിക്കരുത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കരുത്, സത്യവിശ്വാസികൾ. അങ്ങനെ ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ ഈ സൂറത്തില്? ഈ സൂറത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ സൂറത്തിലുണ്ട്. അള്ളാഹുവിനെ ഉപദ്രവിക്കരുത്,
റസൂലിനെ ഉപദ്രവിക്കരുത്, സത്യവിശ്വാസികളെ ഉപദ്രവിക്കരുത്. അതൊക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയ ആയത്തുകളാണ്. അവിടെയാണ് അള്ളാഹുവിനെ ഉപദ്രവിക്കൽ, അള്ളാഹുവിനോട് അള്ളാഹുവിൽ പങ്കുചേർക്കൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കൽ, അള്ളാഹുവിന് വലത് മക്കളുണ്ട് എന്ന് പറയൽ, അതുപോലെ തന്നെ കാലത്തെ കുറ്റം പറയുന്നത് അള്ളാഹുവിനെ കാലം തന്നെയാണ്, അതൊന്നും ഉണ്ടാകരുതെന്നും പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് മുസ്ലിങ്ങൾ പോലും പറഞ്ഞു എന്ത് കാലടാവേ പെട്ടുപോയിക്ക, നമുക്കൊക്കെ എന്നാ ഇനി രക്ഷപ്പെടാൻ പറ്റുന്നത് ഒന്നും പറയാൻ പാടില്ല. കാരണം കാലം അള്ളാഹുവിൻ്റെതാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകും, അവിടെയെല്ലാം ക്ഷമിക്കുക എന്നുള്ളതല്ല. ഖദ്ദർ അള്ളാഹു വമാ ശാഅ ഫഅല, എന്ത് സംഭവിച്ചാലും കഴിഞ്ഞു. ഖദ്ദർ അള്ളാഹു വമാ ശാഅ ഫഅല, അതിനപ്പുറത്തേക്കുള്ള അല്ലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്ത് വീണാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടെയാണ് ആദ്യത്തെ വാക്ക് വരേണ്ടത്. ഞങ്ങളിപ്പോ അങ്ങനെ പോവാണല്ലോ എന്നുള്ള ആ വാചകമുണ്ട്. റസൂലിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? റസൂലുമായി ബന്ധപ്പെടാതെ ആക്ഷേപിക്കരുത്, റസൂലിന്റെ സാന്നിധ്യത്തിൽ ഒച്ച ഉയർത്തി സംസാരിക്കരുത്, റസൂലിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള മര്യാദകൾ ഇവിടേക്കും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തുക, കൊണ്ടുവരിക, അത് അതേപടി. അവിടെ ഒരു ഇഖ്തിയാറിന്, അതായത് ചോയ്സ് ഇല്ല. എന്താണോ പറഞ്ഞത് അങ്ങോട്ട് അംഗീകരിച്ചേക്ക്, അത് ഇനി അത് വേണോ ഇപ്പൊ വേണോ ഒന്നുമില്ല. അങ്ങനെ ആ രീതിയിലുള്ള നിങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത്, അല്ലെ? അവിടെ നിങ്ങൾ ഈ രാജ്യത്തെക്കാൾ, ഈ കഅബയേക്കാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ടാവും, അല്ലെ? നിങ്ങളുടെ സഹോദരന്റെ മുസ്ലിമിന്റെ ആ രക്തവും അഭിമാനവും ധനവും പരസ്പരം ബഹുമാനിക്കപ്പെടാം. കഅബയേക്കാൾ ഹുർമത്തുള്ളതാണ് ആർക്ക്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേ അത്രക്ക് കഅബയെ നമ്മൾ അനാദരിക്കില്ല ഒരിക്കലും. അപ്പൊ അത്രക്ക് അതാണ്. അതുപോലെ തന്നെ അപ്പൊ പറയാണ്. എന്നാൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത, മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ അവിശ്വാസികളായ ഫിർഔനും കൂട്ടരും അവരിൽ നിന്നുണ്ടായി, സ്വന്തം കൂടെയുള്ളവരിൽ നിന്നുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്രയ്ക്ക് എന്ത് വിശ്വാസികളിൽ നിന്ന് അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായില്ല. അപ്പൊ ഉപദ്രവം ഉണ്ടാകരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ട് കടല് രണ്ടായി പിളർന്ന് കടന്നു പോരുന്നു, തൊട്ടിപ്പുറ വരുന്നു. ഇപ്പുറ വന്നിട്ട് ഇത് എല്ലാവരും വിശ്വാസിയാണ്, കൂടെയുള്ളവരെല്ലാവരും, അല്ലെ? കൂടെയുള്ളവരെല്ലാവരും വിശ്വസിച്ച് ഫിർഔന്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കടൽ രണ്ടായി പിളർന്ന് ഫിർഔൻ കടലിന്റെ നടുവിലെത്തിയപ്പോൾ കടൽ കൂടി അത് മുങ്ങിച്ചാകുന്നത്, മുക്കിക്കൊല്ലുന്നത് നേർക്ക് നേരെ കണ്ട സമൂഹം അപ്പുറത്ത് വന്നപ്പോഴത്തെ അനുസരണക്കേട് കാണിച്ചു. അങ്ങോട്ട് കയറാൻ പറഞ്ഞാൽ അങ്ങോട്ട് കയറില്ല, അല്ലെ? ആ ഭൂമിയിലേക്ക് പോവില്ല. ഇനിയോ ആ ഭൂമി കയറിയിട്ട് അവിടെ ഭക്ഷണം, അത് പോരാ, ഭക്ഷണം പോരാ, ഞങ്ങക്ക് മഞ്ഞും സ്ഥലമൊന്നും പോരാ. അതുപോലെ തന്നെ എന്താ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വേദഗ്രന്ഥം കിട്ടാനുണ്ട്. പോവാണ്. പോയപ്പോഴത്തേക്കോ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോവാ, ഒരു പ്രവാചകനെ ഏൽപ്പിച്ചിട്ട് പോവാ. പോയിട്ട് തിരിച്ചു വന്നപ്പോഴോ ആ പ്രവാചകനെ ഉപദ്രവിച്ചിട്ട് ആരെ സമൂഹം പിന്നെ അതാണ് ഇവര് പിന്നെ മറ്റുള്ളവരെ വിടുവോ? സ്വന്തം പ്രവാചകന്മാർ. അതുകൊണ്ട് അവരെ കുറിച്ചാണ് പറഞ്ഞത്, അവരിൽപ്പെട്ട പ്രവാചകന്മാർ അവരെ കൊന്നു. അതാണ് അവരുടെ സ്വഭാവം. ആ സമൂഹത്തിന്റെ സ്വഭാവമാണത്. ആ രീതിയിൽ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ഞങ്ങളിവിടെ ഇരിക്കും, ഈ അള്ളാഹും കൂടി പോയിട്ട് ഇത് ആരാ ഈ പറഞ്ഞ നേർക്ക് നേരെ സത്യത്തില് നമ്മളൊന്നും ഇത് പറയണ്ടെന്ന് പറഞ്ഞ നമ്മൾ നേരിട്ട് കാണുവാണ്. ഓരോന്ന് കൊറോണ വന്നു, മറ്റുണ്ടായോ? അള്ളാഹുവിന്റെ ഓരോ ആയത്തുകൾ ഇറങ്ങി. പക്ഷെ അവിടെ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുന്നില്ല. അതിനേക്കാൾ മോശമായിട്ടാണ് ഈ ഭൗതികതയെ വാരിപ്പുണർന്നത്, അല്ലെ? കൊറോണ വന്നു, അള്ളാഹുവിന്റെ കഴിവും ശക്തിയൊക്കെ കണ്ടു. നമ്മള് ഒന്ന് നിലച്ച് പോകണ്ടടാ, ഇറങ്ങണ്ട, നീ ഇറങ്ങണ്ട, പള്ളിയിലേക്കും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നോ, അനങ്ങാൻ പറ്റൂല, അല്ലെ? അപ്പോഴൊക്കെ ലാഹൗലാഖുവത്തില്ലാവില്ലയുടെയൊക്കെ അർത്ഥം കുറെ ആളുകളൊക്കെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴോ നമ്മളൊക്കെ എന്താണ്, കൊറോണയേക്കാൾ കൊറോണ കഴിഞ്ഞ് പഠിച്ച് പൊളിച്ച് നമ്മൾ ആരും ഒഴിവല്ല. അതിൽ നിന്നൊക്കെ മാറി ഭൗതികതയെ വാരിപ്പുണരുന്ന
ഒരവസ്ഥയുണ്ടായി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ ഉപദ്രവിച്ചതുപോലെ ഉപദ്രവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇത് നേർക്ക് നേരെ ഉപദ്രവം ഇവിടെ പറയുന്നില്ലെങ്കിലും ഇവിടെ കൂടുതൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഈ കൗമ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്തായിരുന്നു, അദ്ദേഹം എപ്പോഴും മൊത്തം മൂടി പുതച്ച നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നാണമുള്ള ലജ്ജയുള്ള ആളാണ്. അപ്പൊ വസ്ത്രം ഇവരൊക്കെയും ഈ ബനു അവിടെയുള്ള ആളുകളൊക്കെ കുളിക്കുമ്പോ എല്ലാവരും വസ്ത്രമില്ലാതെ നിന്ന് കുളിക്കും. ആ ഒരു രീതിയായിരുന്നു അവർക്ക്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് ആരും കാണാതെയൊക്കെ കുളിക്കുന്നത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം വെള്ളപ്പാണ്ടുണ്ട്, എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ആരും കാണാത്തത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വസ്ത്രം ഒരിക്കൽ ഇങ്ങനെ അള്ളാഹു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്ത്രത്തെ പരത്തിക്കൊണ്ടുപോയി ആ വസ്ത്രത്തിന് പുറകിൽ ഓടി അങ്ങനെ ജനങ്ങൾ കാണുന്ന ഒരവസ്ഥയിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാണിച്ചു എന്നുള്ളതൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. നമുക്ക് സഹിയായ ഹദീസിൽ തന്നെ വന്നേക്കണം. പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ വസ്ത്രമില്ലാത്ത രീതിയിൽ തന്നെ ഒരു ന്യൂനതയില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്തു. അങ്ങനെ ഈ രീതിയിലൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ട് മൂസാക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആളുകളിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്തു, വ്യക്തമാക്കി കൊടുത്തു, അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമാണ് കൊന്നത് എന്ന് പറഞ്ഞു വരുത്തി. അങ്ങനെ ഹദീസുകളിൽ അങ്ങനെ ആ രീതിയിൽ മൂസാ തിരിച്ച് കൊണ്ടുവരുന്നതും മലക്കുകൾ തിരിച്ചു കൊണ്ടുവരികയും ഹാറൂൻ നബി അലൈഹിസ്സലാം മരണത്തിന് ശേഷം സംസാരിച്ചു എന്നെല്ലാം ഹദീസുകളുടെ കാണാൻ കഴിയും. പക്ഷെ ഇതൊന്നും വ്യക്തമായി ഇവിടെ അങ്ങനെ പറയുന്നില്ലെങ്കിലും എന്തു തന്നെയായാലും മൂസാ നബി അലൈഹി സ്വലാമിനെ ഒത്തിരി ഉപദ്രവിച്ചവരാണ് കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ നിങ്ങളായിക്കൂടാ. നിങ്ങൾ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറയുന്നത് അവിടെ അനുസരണ ഉണ്ടായിരിക്കണം. എന്താണോ ആ പ്രവാചകനോട് ഒരു അനുസരണക്കേടും കാണിക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ഉപദ്രവിച്ചവരെ പോലെ ആകരുത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു. അവർ പറഞ്ഞത് അല്ലാഹു അദ്ദേഹത്തിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു. വകാന ഇൻദല്ലാഹി വജീഹ. അല്ലാഹുവിന്റെ അടുക്കൽ ഈ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം വളരെ പ്രമുഖനായ ഒരാൾ തന്നെയായിരുന്നു. വിശദീകരണം ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി വായിച്ചു നോക്കാനുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഖൂലു നിങ്ങൾ പറയുകയും ചെയ്യുക, കാലയഖൂലു ഖൂലു നിങ്ങൾ പറയുകയും ചെയ്യണം, ഖൗലൻ വാക്ക്, സദീദ എങ്ങനെയുള്ള സദീദ ചൊവ്വായ വാക്ക് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പറ്റും. ചൊവ്വായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ട് ഇങ്ങോട്ട് പോന്നാൽ സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും എന്തായിരിക്കണം, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകണം. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം, പറയുന്നത് പ്രവർത്തിക്കണം, പറയുന്നത് പാലിക്കണം എന്ന് പറഞ്ഞാൽ ആ സദീദിലെല്ലാം പെടുമ്പോൾ നല്ല വാക്ക് പറയുക. നാവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം വരുമ്പോൾ നാവിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ പറയുമ്പോൾ കൃത്യമായിട്ട് ചൊവ്വായിരിക്കണം, ചൊവ്വായ വർത്തമാനം മാത്രം പറയുക. ആരോടായി പറയുന്നത്? വിശ്വാസികളോടാട്ടോ, കാഫിര്യങ്ങളോടൊന്നും അല്ലാട്ടോ. എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യൂല, നാവ് എന്നാവണമെന്നില്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെ അടുത്തത് പറഞ്ഞതാണ് അത്രയ്ക്ക്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 2 അവയവങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ, അതുകൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ജാമ്യം നൽകിയാൽ എന്ത് ചെയ്യാം, സ്വർഗം നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി ഞാൻ ജാമ്യക്കാരനായിട്ടുണ്ടാവും. അതുമല്ലഹുൽ ജന്ന, നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വർഗത്തിന് ഗ്യാരണ്ടി എന്നാ പറഞ്ഞത്. അതില് 2 എല്ലില്ലാത്ത അവയവങ്ങൾ, 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവും 2 കാലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനവും സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയ. ഇത് രണ്ടുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ തെറ്റുകൾ വന്നു പോകുന്നത്. കാരണം എപ്പോഴും ഇങ്ങനെ നാവിന്റെ ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെ പറച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സറസറേ എന്ന് പറയുന്ന സർസാറുകളാകരുത്.
ഇങ്ങനെ ഈ ചറേന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന്. അത് പറയുമ്പോ ഇങ്ങനെ എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ഒരു മനുഷ്യനെ സംസാരിക്കും, പക്ഷെ അവൻ വലിയ വിലയെന്ന് കൽപ്പിച്ച് ചുമ്മാ സംസാരിക്കും. ആ സംസാരം കൊണ്ട് അവൻ ഇങ്ങോട്ട് പോകും, നരകത്തിലേക്ക് എത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ആ രീതിയിൽ നാവ് കൊണ്ട് അത്രയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ സൽക്കർമ്മത്തെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ നാവരൊറ്റ കാരണം മതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം പറയുക, ഏഷണി പറയുക, കളവ്, അല്ലെ, എല്ലാം നാവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദുസ്വഭാവങ്ങളാണ് നാവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്ന് ചിന്തിച്ചു നോക്കും. അപ്പൊ നാവ് അത്രയ്ക്ക് സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹു നഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും പറയുമ്പോ എന്ത് ചെയ്യുക. അതുകൊണ്ട് വിശ്വാസം പറഞ്ഞേ, നിങ്ങള് എന്താണ് വിശ്വാസം സഹാബിനോട് പറയുന്നുണ്ട്, നീ സംസാരിക്കാതിരിക്കുമ്പോഴാണ് നീ തകുൻ സാലിമ, നീ രക്ഷപ്പെട്ടവനാവുന്നത്. സംസാരിച്ചാൽ ഒന്നല്ലെങ്കിൽ നിനക്ക് അനുകൂലമായിട്ട് എഴുതും, അല്ലെങ്കിൽ നിനക്ക് എതിരായിട്ട് എഴുതും. അപ്പൊ എതിരായിട്ടാണോ? അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഫൽയഖുൽ ഖൈറൻ, യെസ്, ഫൽയഖുൽ ഖൈറൻ പറ ഔ ലിയസ്മുത്, അല്ലെ. ഹദീസൊക്കെ നമ്മൾ പഠിച്ചേക്കണല്ല. അപ്പൊ ഇങ്ങനെ ഉറക്കെ പറയണത് പ്രത്യേകിച്ച് ഇരുത്തി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പഠിച്ച ഹദീസൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ ഇവിടെ നിന്നിട്ട് ഉറക്കെ പറഞ്ഞ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എത്ര, അല്ലെ, അധ്യാപകനായിരിക്കുമ്പോ അധ്യാപകർക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോ ഭയങ്കര ഉഷാറായിരിക്കും പഠിപ്പിക്കാനൊക്കെ. അത് ഔ ലിയസ്മുത്, ഒന്നല്ലെങ്കിൽ നീ സംസാരിച്ചാൽ ഖൈറിനെ പറയുക, സദീദായിരിക്കണം. ഇല്ലെങ്കിലോ ഔ ലിയസ്മുത്, അവിടെ മിണ്ടാതിരിക്കുക. നമുക്ക് അതിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത്രയ്ക്ക് നാവ് കൊണ്ടല്ലേ നമ്മളൊക്കെ പെട്ടുപോവുക, സംസാരിച്ച് വെറുതെ ആവശ്യമില്ലാതെ തമാശ. അതുകൊണ്ട് വിശ്വാസം പറഞ്ഞ ആരെങ്കിലും കളവ്, അല്ലെ, തമാശയ്ക്ക് പോലും കളവ് പറയാതിരുന്നാൽ സ്വർഗത്തിന്റെ നടുവിലൊരു വീടുണ്ടെന്ന്. അത്രയ്ക്ക് സൂക്ഷിക്കേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, നിങ്ങൾ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലു ഖൗലൻ സദീദ, പറയുമ്പോൾ എന്ത് ചെയ്യണം? സദീദായ, ചൊവ്വായ വർത്തമാനം, നേർക്ക് നേരെയുള്ള വർത്തമാനം. തുടങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്, അവസാനിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് അല്ല, ജീവികളെ ആട്ടി ഓടിക്കുമ്പോൾ വിശ്വാസം പറഞ്ഞല്ലോ. എന്താണ്? ഞാൻ ലആനീനല്ല, ആക്ഷേപിക്കുന്നവനല്ല. ഒരു ജീവിയെ പോലും എന്ത് ചെയ്യരുത്? ശാപത്തിന്റെ വാക്കുകൊണ്ട്. ഈ കോയിനൊക്കെ ഓടിക്കുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ അവസാനം പറയാൻ പാടില്ല. ജീവികളെ പോലും പറയാൻ പാടില്ല, അതുപോലും ഉപയോഗിക്കാൻ പാടില്ല. അത്രയ്ക്ക് ഗൗരവമുള്ളതാണ്. അപ്പൊ സദീദായിരിക്കണം. തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹിലാണെങ്കിൽ അവസാനിക്കുന്നത് ഏറ്റവും ചെറിയ ജീവിയോട് പറയുമ്പോൾ പോലും, അതിനെ അട്ടി ഓടിക്കുമ്പോൾ പോലും നാവിനെ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെയാണെങ്കിലോ യുസ്ലിഹ് ലക്കും, ഓദിക്കാം, യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. എന്തൊക്കെയാ പ്രയോജനം കിട്ടുന്നത്? യുസ്ലിഹ് ലക്കും, നിങ്ങൾക്ക് നന്നാക്കി തരും. അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരും. പിന്നെ വയഗ്ഫിർ ലക്കും, പുറത്തു തരും. ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ. കും. അപ്പൊ ഈ കും എന്താന്ന് മനസ്സിലാവൂല നമുക്ക്. കും എന്താണ്, അല്ലെ, അത് മനസ്സിലാവൂല നമുക്ക്. യുസ്ലിഹ് ലക്കും, നിങ്ങൾക്ക് നന്നാക്കി തരും. ആരാണ് നന്നാക്കി തരുന്നത്? അല്ലാഹ്. അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ കുറവൊക്കെ ഉണ്ടെങ്കിൽ നല്ല വർത്തമാനം പറയുന്നതിലൂടെ, അല്ലെ, ഇനി നേരെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കി. നമ്മള് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പഴുണ്ടായാലും നല്ല വർത്താനം പറയുകയാണെങ്കിലോ, അല്ലെ, നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ നല്ല വർത്താനം പറയണമെങ്കിൽ കുഴപ്പമില്ല, അവൻ പെട്ടുപോയതായിട്ട്, അല്ലെ. ആ ഒരു രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കി തരും അല്ലാഹു. വയഗ്ഫിർ ലക്കും, അള്ളാഹു എന്ത് ചെയ്തു? അതാണ് ഏറ്റവും വലിയ കാര്യം. ദുനൂബക്കും, നമ്മൾ അറിയാതെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വമൻ യുതിഇല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ
അനുസരിക്കുകയാണെങ്കിൽ റസൂലഹു, അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ ഫഖദ്, തീർച്ചയായിട്ടും അവൻ ഫാസ ഫൗസൻ അദീമ, ഏറ്റവും വലിയ വിജയത്തിലാണ്. അപ്പോൾ ആ വർത്തമാനം പറയുന്ന കാര്യത്തിൽ അത്രയ്ക്ക് അങ്ങടെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് അതുകൂടി അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അത്രയ്ക്കോ ആ രീതിയിൽ അനുസരിച്ചാൽ അള്ളാഹു നൽകുന്നത് വമ്പിച്ച വിജയമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നന്നാക്കി തരും. അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യും. നോക്കിയോ, إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. إنا തീർച്ചയായിട്ടും നാം അറദ്ന, അറള പ്രദർശിപ്പിച്ചു, മാറളേ മാറാത്തെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? മാറാത്തല്ല, മാറളാണ്. മാറളെന്ന് എന്താ? എക്സിബിഷൻ, ഷോറൂം അല്ലെ? പ്രദർശിപ്പിക്കുന്ന സ്ഥലത്തിനാണ് മാറള എന്ന് പറയുന്നത്. അറദ്ന, നാം പ്രദർശിപ്പിച്ചു. അൽ അമാനത്ത, എന്തിനാണ്? അമാനത്തിനെ നാം പ്രദർശിപ്പിച്ചു. ആർക്കാണ്? അല സമാവാതി, ആകാശങ്ങൾക്ക്, വൽ അർളി, ഭൂമിയിൽ ഉള്ളവർക്കല്ല, ഭൂമിക്ക്, ആകാശങ്ങൾക്ക്, വൽ ജിബാലി, പർവ്വതങ്ങൾക്ക്. അമാനത്തിന് അല്ലാഹു പ്രദർശിപ്പിച്ചു. ഫഅബൈന, അവരെന്ത് ചെയ്തു? വിസമ്മതിച്ചു. അൻ യഹ്മിൽനഹ, അതിനെ ഏറ്റെടുക്കാൻ. യഹ്മില ഹമല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമക്കുക, ഏറ്റെടുക്കാൻ, അതിനെ ഏറ്റെടുക്കാൻ അവർ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. എന്നിട്ടോ അഷ്ഫഖ്ന, എന്താ വിസമ്മതിക്കാൻ കാരണം? അഷ്ഫഖ്ന, അവർ പേടിച്ചു. അമാനത്ത് കണ്ടപ്പോൾ അവർ പേടിച്ചു. അവരെന്ത് ചെയ്തു? അതിനെ ഏറ്റെടുത്തില്ല. അഷ്ഫഖ്ന മിൻഹ, അത് ഏറ്റെടുക്കുന്നതിൽ നിന്നും അവർ ഭയപ്പെട്ടു. വഹമലഹ, എന്നാൽ അതിനെ ഏറ്റെടുത്തു. ആരാ? അൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇന്നഹു, തീർച്ചയായിട്ടും അവൻ, കാന വലൂമൻ ജഹൂല, വലൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുൽമ ചെയ്യുന്നവൻ, അക്രമം ചെയ്യുന്നവനും, ജഹൂല്, ജാഹില്, വിഡ്ഢി, ആ രീതിയിൽ അറിവ് കെട്ടവനുമാകുന്നു. അപ്പോൾ ഇവിടെ അമാനത്തിന് അള്ളാഹു പ്രദർശിപ്പിച്ചു. ആർക്കൊക്കെ? ആകാശങ്ങളുടെ, ആകാശലോകങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കൊക്കെ പ്രദർശിപ്പിച്ചിട്ട് ഏറ്റെടുക്കാവോന്ന് വെച്ചു. അവരൊന്നും ഏറ്റെടുത്തില്ല, പേടിച്ചിട്ട് ഏറ്റെടുത്തില്ല. കഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യന് ഉടനെ തന്നെ അത് ഏറ്റെടുത്തേക്കുവാണ്. നമ്മളൊക്കെയും കൂടി ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ എന്ത് കാര്യം ഏറ്റെടുക്കുന്നത്? പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യില്ല. ഇത് ദീനിന്റെ വിഷയമാണ്. അതായത് അള്ളാഹു, ഇത് വ്യത്യസ്തമായ ചർച്ചകൾ ഉണ്ടെങ്കിലും പരലോകത്ത് വെച്ച് അതല്ല, അള്ളാഹു അവന്റെ ആലമുൽ അർവാഹിൽ വെച്ച് എല്ലാവരെയും ഒരുത്തി നിർത്തി അള്ളാഹുവിന്റെ റബ്ബാണെന്ന് സാക്ഷ്യപ്പെടുത്തി, അവൻ ഇലാഹ ഏകനാണെന്ന് സാക്ഷ്യപ്പെടുത്തി, ഈ ദീനിന്റെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം, നമസ്കാരമുണ്ട്, സക്കാത്തിന്റെ, നോമ്പുണ്ട്, ഹജ്ജിന്റെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഹുദൂദുകളുണ്ട്, പരിധികളുണ്ട്, ശിക്ഷാ നടപടികളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിധികളുണ്ട്. പരിധികളെല്ലാം ഇങ്ങനെ അള്ളാഹു കാണിച്ചു കൊടുത്തു. ചെയ്യേണ്ട കാര്യങ്ങളെ കാണിച്ചു കൊടുത്തു, വിരോധിച്ച കാര്യങ്ങളെ കാണിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ പരിധികളെ കാണിച്ചു കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തിട്ട് ആകാശത്തോടും ഭൂമിയോടൊക്കെ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു കഴിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തോളാം? താഴീങ്ങളായിട്ട് നിനക്ക് അനുസരിച്ച് നിന്നോളാം എന്ന പ്രത്യേകത. ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ള, ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കും.
ഈ കാര്യത്തിൽ നിന്ന് വിട്ടു നിന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അത് നിങ്ങൾ പ്രവർത്തിച്ചാലോ നിങ്ങൾക്ക് നഷ്ടം വരും, ശിക്ഷിക്കും. അപ്പൊ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്. ചില കാര്യങ്ങൾ ചെയ്താൽ രക്ഷയുണ്ട്, ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ ഓക്കെ. ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. അവൻ ഇന്നഹു കാന വലൂമൻ ജഹൂല, അങ്ങനെ അവൻ അറിവ് കെട്ടവനും അക്രമകാരിയുമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് ഏറ്റെടുത്തേക്കുവാണ്. ഇനി എന്താണ്? അങ്ങനെ ഒരു അമാനത്ത് നമ്മുടെ മുന്നിൽ വെച്ച് ഏറ്റെടുത്തേക്കണെയാണ് നമ്മൾ. ആ അമാനത്തനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മള് അള്ളാഹുവിന്റെ ഹുദൂദുകളിൽ നിൽക്കണം, അള്ളാഹുവിന്റെ നിർബന്ധങ്ങളിൽ നിൽക്കണം, അള്ളാഹുവിന്റെ വിരോധങ്ങളായിട്ട് തന്നെ നിൽക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ആ രീതിയിൽ ഒരു അമാനത്ത് വെച്ചത്? അത് ഏറ്റെടുക്കാൻ വേണ്ടി വെച്ചത് ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. വേർതിരിച്ചറിയാനാ. എന്തിനാ ജീവിതം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത്? ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ. പ്രവർത്തനത്തെ നന്നാക്കുന്നത് ഏത്? എന്തൊക്കെ വരാം. ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത്, ആരാണ് പ്രവർത്തനത്തെ നന്നാക്കുന്നത്, ഏറ്റവും നന്നാക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ജീവിതവും മരണവും സംവിധാനിച്ചത്. ഈ അമാനത്ത് അള്ളാഹു വെച്ചത് അള്ളാഹുവിനെ ശിക്ഷിക്കുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയിട്ട്? അൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾ ആരാ? കപട വിശ്വാസികൾ. വൽ മുനാഫിഖാത്തി, കപട വിശ്വാസിനികളായ പെണ്ണുങ്ങൾ. വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾ, ശിർക്ക് ചെയ്തവർ. വൽ മുശ്രിക്കാത്തി, ശിർക്ക് ചെയ്ത സ്ത്രീകളും. അപ്പോൾ മുനാഫിക്കീങ്ങളായ, മുനാഫിക്കാത്തുകളായ, മുശ്രിക്കീങ്ങളായ, മുശ്രിക്കാത്തുകളായ ആളുകളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും, പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും. ആർക്കാ? അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സ്ത്രീകളിൽ നിന്നും വിശ്വാസികളായ പുരുഷന്മാരിൽ നിന്നും തൗബ സ്വീകരിക്കുന്നതിനും മറ്റുള്ളവരെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അമാനത്ത് പ്രദർശിപ്പിച്ച ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ആരാകണം? നമ്മളിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യണം? പാപങ്ങൾ പുറത്ത് പശ്ചാത്താപം സ്വീകരിക്കണം. അപ്പൊ നമ്മള് പശ്ചാത്തപിക്കുന്നവരാകണം. വിശ്വാസികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടും. മറ്റവര് അമാനത്തിന് എന്ത് ചെയ്തു? പാഴാക്കി. അമാനത്ത് കൃത്യമായി നിർവഹിച്ചില്ല. മുനാഫിക്കീങ്ങളായി, മുശ്രിക്കീങ്ങളായി ആ രീതിയിൽ പോയി. ഇതിനു വേണ്ടിയിട്ടാണ്. വകാനല്ലാഹു, തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം, അല്ലാഹുവാണ് ആരാ? ഗഫൂറൻ, എല്ലാം പൊറുക്കുന്നവനാണ്. റഹീമ, അത്രയ്ക്ക് കാരുണ്യം ചെയ്യുന്നവനുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ